അസ്സലാമു അലൈക യാ നൂറസ്സബാഹി. ഹിന്ദ് ബിൻ അബി ഉമയ്യ ഹുദൈഫത്തുൽ മഖ്സൂമി, മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ടവരാ. ഹിന്ദാണ് പേര് ട്ടോ. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കാന ഇദാ ഖറജ മിൻ ബൈതിഹി, പൊരീന്ന് അങ്ങോട്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ എല്ലാരും വിചാരിപ്പോ യാത്ര പോകണം, അങ്ങാടിക്ക് പോകുമ്പോഴും പണിക്ക് പോകുമ്പോഴും ഒന്നും ചെല്ലണ്ടാന്നാണ്. അങ്ങനല്ലാന്ന്. കാന ഇദാ ഖറജ മിൻ ബൈതിഹി, അർത്ഥം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എന്ത് പറയും? ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അസ്ലിമ ഔ ഉസ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലൈഹി എന്ന് പറയും. അല്ലാഹു ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അസ്ലിമ ഔ ഉസ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എന്ന് പറയുന്നു. വലിയ കാവലാണ്, ഒരാപത്തിലും പെടൂലാന്ന്. നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ഷെറ് ഉണ്ടാവില്ല, മറ്റുള്ളവരുടെ ഷെറ് നമുക്ക് വരൂല്ല. അതാ പറയണതേ, ബിസ്മില്ലാഹ് പടച്ചോനെ അള്ളാന്റെ നാമത്തിൽ ഞാൻ പുറപ്പെടുന്നു. തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അള്ളാഹുവിന്റെ മേലില് ഭരമേൽപ്പിക്കുന്നു. തോനെ പോകുന്നു വേണ്ടേ? മനസ്സിലായില്ല? കുട്ടി ബസ് ഇറങ്ങിയിട്ടേ, കുട്ടീനെ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറക്കിയിട്ടേ ഇങ്ങോട്ട് എന്താണ് വല്യപ്പലി വല്യമ്മ പുറത്ത് നിൽക്കണ്ടേ, കൈയൊടിച്ച് നിൽക്കുക. കുട്ടി ഒരു ഒറ്റ ഓട്ടോ റോട്ടിൽ കൂടി ഒരിക്കലും ഓടിച്ചില്ല. ആ പെണ്ണ് ആ പള്ളി കണ്ടു കാണാണ്ട് റോട്ടിൽ കണ്ട് ഇറങ്ങിയതാണ്. എന്തുണ്ടായി? ബാക്കിന്ന് വന്ന് പിന്നെ പെണ്ണെന്നെ കാണാല്ലേ എവിടെയാണ്. ഇതിങ്ങനെ എവിടെയെന്നൊന്നും പറയിപ്പിച്ചില്ല. എപ്പോഴും കോട്ടപ്പുറം പള്ളി. നമ്മളൊരു വിഷയം നടന്ന ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യല്ല. തവക്കുല് ചെയ്യണം എന്ന് പറയാനാണ്. നമ്മളിപ്പോ വീട്ടിൽ നിന്നല്ല ഇറങ്ങണത്, റോട്ടിക്കല്ല ഇറങ്ങണത്. ഒന്നാണ് തെറ്റി വീണാ പോരെ അല്ലേ? കക്കൂസിലൊന്ന് തേക്ക് വീണിട്ട് നീച്ചാമയ്യാതെ കിടക്കണവരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒന്ന് കാലിങ്ങനെ മുന്നിക്കാണ് പോയി അതിലൊറ്റ പോല മതി. ഞട്ടലിന് ഇത് കണക്ഷൻ ഇതിനെ ഞാനാണ് പൊട്ടെ കഴിഞ്ഞു കഥ. തവക്കൽതു അലല്ലാഹ് അത്ര തന്നെ പറ്റുള്ളൂ. ഈ റിമോട്ടൊക്കെ ഓൻ ചലിപ്പിക്കാൻ വേറെ മാർഗമൊന്നും നമ്മളെ മുമ്പിലില്ല. അല്ലാഹുമ്മ പടച്ചോനെ ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. അതില്ല ഞാൻ വഴിപിഴക്കുന്നതിനെ തൊട്ട്. ഔ ഉദല്ല, അല്ലെങ്കിൽ എന്നെ വഴിപിഴപ്പിക്കപ്പെടുക. അതുണ്ടല്ലോ നമ്മളിപ്പോ നമ്മളൊരു അറിവനുസരിച്ച് പോവാ. അങ്ങനല്ല എങ്ങനെയാണ് അറിയാം ചിലര്, അങ്ങനെയല്ല എങ്ങനെയാണ് അറിയാം. എന്നിട്ട് പോയി കുടുങ്ങിയതിനു ശേഷം എന്താ പറയാ, ഞാനേ ഇന്നാളൊരു സെക്ക് തോന്നി ദ്യാപ്പാണെന്ന്. പിന്നെ ആദ്യം തന്നെ തോന്നണെന്ന് പറഞ്ഞൂടെ? തറപ്പിച്ചാണ് പറയാൻ നിൽക്കണ്ടല്ലോ. എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ പിന്നെന്താവും? ഗൂഗിൾ അമ്മായിനോട് ചോദിച്ചില്ല. 34 എന്താവും? ഏതെങ്കിലുമൊക്കെ തോടിന്റെ അവിടെ ഏതെങ്കിലും പോയതിന്റെ മുമ്പിലെ കൊണ്ടുപോയിട്ടാണ് നിർത്തുന്നത്. രാത്രിയാണെങ്കിൽ ആടുക്കണേ അറിയും ചെയ്യും. ആ ഡോക്ടർ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ കുടുങ്ങിയത്. നമ്മളും കുടുങ്ങലുണ്ടേ ോ. ഇനി അഥവാ അടിച്ചു പോവാണെങ്കിൽ എന്ത് ചെയ്തോണ്ട് റഷിസ്താദെ എന്ത് ചെയ്തോണ്ട് വണ്ടിയുടെ വലുപ്പൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തോണ്ട്. മോട്ടോർ സൈക്കിളായിട്ട് പോകണ ഓട്ടോറിക്ഷയായിട്ട് പോകാൻ കഴിയൂല. മനസ്സിലാണ്ട? അന്ന് അടിച്ചു കൊടുക്കണ നല്ലതാണ്. അപ്പൊ അതെങ്കിലും കാണിച്ചു തരും കേട്ടോ. നല്ല ഉപകാരമൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? പടച്ചോനെ ഞാൻ വഴിപിഴപ്പിക്കപ്പെടരുതേന്ന്. ഔ അസില്ല, അല്ലെങ്കിൽ ഞാൻ വഴി തെറ്റിപ്പോവുക. ഔ ഉസല്ല, അല്ലെങ്കിൽ എന്നെ വഴി തെറ്റിപ്പിക്കപ്പെടുക, വഴുതിപ്പോവുക, ലക്ഷ്യത്തിൽ നിന്ന് വഴുതിപ്പോവുക. ഔ അദ്ലിമ, അല്ലെങ്കിൽ ഞാന് അക്രമം ചെയ്യാ. ഔ ഉദ്ലമാലി, എന്റെ മേൽ അക്രമം ചെയ്യാ. നമ്മളാരെയും കണ്ടു തിരക്കൂടി രണ്ടാണ് പൊട്ടിച്ചു, അയാളാണ് മരിച്ച് എട്ടങ്ങാറായില്ലേ, യാത്ര കഴിഞ്ഞില്ലേ. ഇനി അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലും കാട്ടി കുടുങ്ങിയില്ലേ. ഔ അജ്ഹല, അല്ലെങ്കിൽ ഞാൻ എന്താവുക വിവരദോഷം ചെയ്യാം. എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരം സംഭവിക്കുക. യാത്രയിൽ പറ്റാത്തൊന്നും പറ്റൂലേ. പിന്നെ എയർപോർട്ടിൽ പോകുമ്പോ ഈ കീസ് ഒന്ന് പിടിച്ചോളിട്ട് ഞാൻ മൂത്രം വെച്ചിട്ട് നിങ്ങൾ അവിടെ വെച്ചാൽ ഞാൻ നോക്കിന്നോളാം അറിഞ്ഞാൽ മതി. നമ്മളെ വിശാല മനസ്സുകൊണ്ടെന്താവും? വിശാല മനസ്സുകൊണ്ടേ കവർ പിടിച്ച് കാണാൻ നമ്മൾ വെക്കും. മനസ്സിലാവണ്ട? ആ കവർ തരാൻ കാരണം ചെക്കിങ് ബാക്കിന്ന് വന്നിട്ടാണ്. നമ്മളത് ആലോചിച്ചോ? മൂത്രപ്പേരി കണ്ടുപോയി അവന് വല്ല വരുമുണ്ടോ?
നമ്മളിങ്ങനെ പിടിച്ചു കാണിക്കണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ വാലാട്ടി കണ്ടെന്നിങ്ങനെ നമ്മളെടുത്തുന്നൊരു വട്ടം ചുറ്റി കുടുങ്ങാൻ കൊടുക്കുകയും പോണ മൊയിലേര് കുടുങ്ങാൻ കൊടുക്കുകയും പോണ മനസ്സിലാണ്ട. ഓ മൂത്രമൊഴിക്കാൻ പോയപ്പോ എൻ്റെ അടുത്ത് തന്നിരുന്ന അവിടുന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു രക്ഷയില്ല. അപ്പൊ നമ്മൾ വല്ല ജഹാലത്തിലും പെടരുതേ ജഹാലയ്യ. അല്ലെങ്കിൽ നമ്മളെ മേലില് ആരെങ്കിലും അക്രമം ചെയ്യാ അല്ലെങ്കിൽ വിവരദോഷം ചെയ്യാ, ഇതൊന്നും വരരുത് പടച്ചോനെ കാക്കണേന്ന് പറയണം. സ്വഹീഹുൻ ഹദീസുൻ സ്വഹീഹുൻ റവാഹു അബൂ ദാവൂദ് തിർമിദി റഹിമഹുല്ലാഹ് വഗൈറുഹുമാ ബി അസാനീദ സ്വഹീഹ. എല്ലാവരും ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖാല തിർമിദി ഹദീസുൻ ഹസൻ സ്വഹീഹുൻ വഹാദാ ലഫ്ളു അബീ ദാവൂദ് റഹിമഹുല്ലാഹ്. രണ്ട് ഹദീസ് കൊണ്ട് പെട്ടെന്ന് പറയാം, അല്ലാഹു സമയം അതിക്രമിച്ചു പോയി. അൽ-ആശിറു അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇനിയിപ്പോ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, മൻ ഖാല യഅനി ഇദാ ഖറജ മിൻ ബൈതിഹി, വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ചെറിയ സിമ്പിൾ വേർഡ്, ഇതൊക്കെ നമ്മൾ കാണാൻ പഠിച്ചോ. പറയുമാണ് ഇത് പരീക്ഷയ്ക്ക് എഴുതാൻ കാണാൻ അടിച്ചല്ല. എന്താ പറയണത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് അറിയാത്ത ആരുണ്ടാവും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാൻ അറിയാത്തവരാ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയാൻ നിശ്ചയില്ലാത്തവരാരാ? അറിയാത്ത ആരുണ്ട്? എത്തും അതിനൊന്നും അറിയണ്ട പൈന് ഇത് പറഞ്ഞിട്ടേ പോകാവൂ. എന്താ പറഞ്ഞു പോയാലുള്ളത് കണ്ടാ? അവനോട് പറയപ്പെടും, അവനോട് മലക്കുകൾ വിളിച്ചു പറയുന്നതാണ്, അല്ലെങ്കിൽ മലക്കുകൾ പരസ്പരം പറയുന്നു, അല്ലെങ്കിൽ പിശാചും പറയാ. എങ്ങനെ ഓനെ പേപ്പിച്ച, ഓനെ പ്രൊട്ടക്ഷൻ നൽകപ്പെട്ടില്ലേ? അതാ ഹുദീത വകുഫീത വവുഖീത വതനഹാ അൻഹു ശൈത്വാൻ. ഹുദീത്ത, നിന്നെ സന്മാർഗത്തിലേക്ക് നേര് വഴിയിലേക്ക് ചേർക്കപ്പെട്ടു, നീ വഴി തെറ്റണ പ്രശ്നമില്ല. ഇതൊന്നും നമുക്ക് അനുഭവപ്പെടൂല. ഒരു മനുഷ്യനും കാണാൻ പ്രതീക്ഷയില്ലാത്ത പ്രദേശത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു മനുഷ്യൻ നടന്നുകൊണ്ട് ഇതെങ്ങനെ ഇങ്ങനെ നേരെ പോയിട്ട് ഇങ്ങോട്ട് വളഞ്ഞാൽ വിട്ടാണ്ട് പോയാൽ മതിട്ടോ, കുഴപ്പമൊന്നും എഞ്ഞു കൊടുക്കും തിരിയണ്ട കേട്ടോ. ഈ റോഡ് കടന്നാൽ പിന്നെ അടുക്ക നേരെ പോയാൽ മതി. അയാളെ കണ്ടുപോയി നമ്മൾ ഇങ്ങോട്ട് പോയി ആള് പിന്നെ അയാളെ കണ്ടോളന്നില്ല, അയാളെ കണ്ടോളന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും, അനുഭവം ഉണ്ടാവും എന്നർത്ഥം കേട്ടോ. അങ്ങനെ പല അനുഭവം ഉണ്ടാവും. അതാ ഹുദീത്ത, നിന്നെ നേർവഴിയിലേക്ക് ചേർക്കപ്പെട്ടു. വകുഫീത്ത, നിന്നെ പഴപ്പിക്കുന്ന എല്ലാത്തിൽ നിന്നും നിന്നെ തടയപ്പെട്ടു, അല്ല മതിയാക്കപ്പെട്ടു കേട്ടോ. നിന്റെ ദുന്യവിയും മുഖർവിയുമായ എല്ലാ കാര്യങ്ങൾക്കും അതൊരു പൂർണ്ണതയിലെത്തിച്ചു. നിന്നെ കാക്കപ്പെടുകയും ചെയ്തു. എല്ലാ ശർറിൽ നിന്നും ശത്രുക്കളിൽ നിന്നൊക്കെ നിന്നെ കാക്കപ്പെട്ടിട്ടുണ്ട്. അവനെ തൊട്ട് പിശാചിനെ നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ എന്താവും? പൈശാചികമായോ അല്ലാത്ത ഒരു ബുദ്ധിമുട്ടും വരൂല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ റവാഹു അബൂ ദാവൂദ് തിർമിദി വന്നസാഇ വഗൈറുഹും റഹിമഹുമുല്ലാഹ്. വഖാല തിർമിദി റഹിമഹുല്ലാഹ് ഹദീസുൻ സാദ അബൂ ദാവൂദ് ഫയഖൂലു യഅനി ശൈത്താനു ശൈത്താനിൻ ആഖർ. കണ്ടോ? ഒരു ശൈത്താൻ മറ്റേ ശൈത്താനോട് പറയാല. അതായത് ശൈത്താൻ അവന്റെ കുട്ടികളെ കൂടി രാവിലെ സമ്മേളനം വിളിച്ചിട്ട് എല്ലാവരോടും പറയും, ചായയും കട്ട ചായയും ബിസ്ക്കറ്റ് കൊടുത്തിട്ട് പൊയ്ക്കോളി, തുടങ്ങിക്കോളി പരിപാടി രാവിലെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോത്തിന് പരമാവധി നോക്കിയിട്ട് എന്നിട്ടൊരു വരിക അറിയും. അപ്പൊ ഓൻ പറയാല മറ്റോനോട്, ഏടാ ഓനപ്പ എങ്ങനെ തിരിപ്പിച്ച, ഓ ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ പോണത് എന്ന്. അതാ ഒരു ശൈത്താൻ മറ്റേ ശൈത്താനെ കാണുമ്പോ ചോദിച്ചാൽ അനക്ക് എത്ര കിട്ടി? ചൂണ്ടലിടാൻ പോകുമ്പോ പറഞ്ഞാരി കൊത്തിയാ ഇന്നാന്ന് വെച്ചൂലേ? അതേമാതിരി മനസ്സിലുണ്ടോ? അതേ പരിപാടിയാ. ഒരു ശൈത്താൻ മറ്റേ ശൈത്താനോട് വെച്ചെന്ത് എന്ത് കിട്ടിയാ? അപ്പൊ പറയാ എങ്ങനെ കിട്ടിയാ? കണ്ടാ? കൈപ്പലക്ക ബിറജുലിൻ, ഒരു മനുഷ്യനെ കൊണ്ട് നിനക്കെങ്ങനെ കയ്യാ? വഖദ് ഹുദിയ, അവനെ മാർഗദർശനം ചെയ്യപ്പെട്ടു. കുഫിയ, അവനെ മതിയാക്കപ്പെട്ടു. ഉക്കിയ, അവന് കാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും. അതന്നെ. അപ്പൊ നമുക്കും അത് കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.